ഇത് കോഫി ബീനാണ്, അതായത് കാപ്പിക്കുരു. നല്ല വെളുത്ത കാപ്പിക്കുരു, നമ്മൾ തോട് പൊളിച്ചാൽ വെളുത്തിരിക്കുന്ന കാപ്പിക്കുരു അവർ ഇതുപോലെ കരിച്ച് വറുത്തെടുക്കുമ്പോഴാണ് അത് കയ്പുള്ള കാപ്പിക്കുരുവായിട്ട് മാറുന്നത്. അല്ലാതെ അതിന് ഇൻഹെറൻറ്റ് കയ്പ് അധികം ഇല്ല. പിന്നെ ഒരു ചിക്കറി റൂട്ട് ആഡ് ചെയ്താണ് കയ്പ് വരുത്തുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അതിൽ ഉലുവ ആഡ് ചെയ്തായിരുന്നു കയ്പ് വരുത്തുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഉലുവ തന്നെയാണ്. അപ്പോൾ ആ ഉലുവ നമ്മൾക്ക് ആദ്യം വറുത്ത് ഈ കാപ്പിക്കുരുവിൻ്റെ പോലെ ആക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഇരുമ്പ് ചീനച്ചട്ടിയാണ്, അതുകൊണ്ട് അത് നല്ല കട്ടിയുള്ളതാണ്. എളുപ്പം ഇത് കരിഞ്ഞ് പിടിക്കത്തില്ല. മീഡിയം ഹീറ്റിലാണ് നമ്മളിത് വറക്കാൻ പോകുന്നത്. അപ്പോൾ 1/4 കപ്പ് 250 ml കപ്പിൻ്റെ 1/4 കപ്പാണ് ഞാൻ ഉലുവ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉലുവ നമ്മൾക്ക് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി വറുത്ത് കാപ്പിക്കുരുവിൻ്റെ നിറം ആകുന്നത് വരെ വറക്കണം. അപ്പോൾ ഇത് വറുത്ത് വരുമ്പോൾ അത് പൊട്ടി വരും. ഈ പലതരം ഉലുവ കാപ്പിയും പലതരം സാധനങ്ങൾ കൊണ്ടുള്ള കാപ്പികളും സാത്വിക് കോഫി എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പല വീഡിയോസ് ഉണ്ട്. ഞാനിപ്പോൾ ഉലുവ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം, ഹാബിൾഡിലുള്ള ഒരാൾ ഉലുവ വെച്ചുള്ള കാപ്പിയാണ് ഉണ്ടാക്കി കുടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ കാപ്പി താണ്ട് ഇപ്പോൾ കറുത്ത് വരുന്നുണ്ട്. അത് പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. കാപ്പിക്കുരു കിരികിരാന്ന് പൊട്ടും. കാപ്പിക്കുരു അല്ല, ഈ ഉലുവ കിരികിരാന്ന് പൊട്ടും. ഞാൻ തീ ഓഫ് ചെയ്തു, കാരണം ചീനച്ചട്ടി ചൂടായി നല്ല ഇത് ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് മൂത്തോളും. നല്ലതുപോലെ മൂക്കുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് അത് തണുപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണം. കാപ്പി പൊടിക്കുന്നത് പോലെ. നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പോലെ അല്ല ഇതാകുന്നത്. ഒരു തരിതരിപ്പുള്ള കാപ്പി പൊടിയായിട്ട്, ഒരു ഉലുവ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഞാനിത് പാത്രത്തിൽ മാറ്റുകയാണ്. എൻ്റെ മദറിൻലോ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മൂപ്പിച്ചായിരുന്നു ഉലുവ പൊടിച്ച് ഇടുന്നത്. മൂത്ത ഉലുവ കാപ്പിയുടെ പോലെ തന്നെ സെയിം കളറായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് പൊടിച്ച് എടുക്കണം. അപ്പോൾ ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റാൻ പോവുകയാണ്. മിക്സി ജാറിലിട്ട് ഇത് വളരെ വേഗം പൊടിയും. കാരണം ഇത് നല്ലതുപോലെ മൂത്ത സാധനമായതുകൊണ്ട് ഇത് വേഗം നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ 1/4 കപ്പ് ഉലുവയാണ് ഇത്. 1/4 കപ്പ് ഉലുവ നമ്മൾക്ക് കുറേ കാപ്പി ഉണ്ടാക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇത് ഭയങ്കര ബിറ്ററാണ്, അല്ലെങ്കിൽ ഉലുവ കയ്പ്പാണ്. അതിൻ്റെ കൂടെ ഇത് മുരിഞ്ഞ് കരിഞ്ഞ് വന്നതുകൊണ്ട് ഇത് കൂടുതൽ ബിറ്ററായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ബിറ്ററായിട്ടുള്ള ഒരു കാപ്പിയാണ് കിട്ടുന്നത്. നിറം മറ്റേ കാപ്പിയുടെ അത്രയും കിട്ടുകയില്ല. അപ്പം നിങ്ങൾക്ക് കാപ്പിയുടെ മണവും കാപ്പിയുടെ നിറവും കൂടെ വേണമെങ്കിൽ ഈ കാപ്പിയിൽ അല്പം വളരെ കുറച്ച് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് കോഫി, ഈ കോഫി ഉണ്ടാക്കിക്കഴിഞ്ഞ് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി കൂടെ ചേർത്ത് കലക്കിയാൽ കുറച്ച് കഫീനും കുറയ്ക്കാം. ഇതിൻ്റെ ഉപയോഗം മിതമായിട്ടാക്കാം. അതുപോലെ കാപ്പിയുടെ നിറവും മണവും രുചിയും ഒക്കെ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ രുചിയായ കയ്പ്പ് നമുക്ക് കിട്ടും. മണവും രുചിയും കൂടെ ചേരുമ്പോഴാണ് നമ്മളൊരു സാധനത്തിനെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ പൊടിഞ്ഞു, നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് പൊടിക്കാൻ എളുപ്പമാണ്. പൊടി അല്പം തരിതരിപ്പ് കാണും. നമ്മൾ കാപ്പിപ്പൊടി, റിയൽ കോഫി പൊടി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി എല്ലാം വാങ്ങിച്ചാൽ അത് തരിതരിപ്പുള്ള ഒരു പൊടിയായിട്ടാണ് കിട്ടുന്നത്. ഇത് ഞാൻ ഇനി ഒരു ചെറിയ കുപ്പിയിലോട്ട് മാറ്റുകയാണ്. കുപ്പിയിൽ മാറ്റിയിട്ട് അതിൽ നിന്ന് അല്പം എടുത്ത് വെള്ളം നമ്മൾ ആദ്യമേ തിളയ്ക്കാൻ വെക്കണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത്. ഞാൻ കാണിച്ചു തരാം ഏത് തരം കപ്പാണ്. നെസ്കഫയുടെ കപ്പിൽ 1 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ 1/3 കുറച്ച് കുറവ് ഈ പൊടിയാണ് ഞാൻ ഇട്ടത്. ഒത്തിരി പൊടി ഇട്ടാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൽ ബ്ലോട്ടിങ്ങും ഗ്യാസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പലർക്കും ഉലുവായോട് അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഉലുവ കറികളിനകത്തൊക്കെ ഒരു നുള്ളാണ് ഇടുന്നത്. ഇതിപ്പോൾ ഇത്രയും പൊടി എടുത്താൽ നമുക്കൊരു 4-5 കപ്പ് വേണമെങ്കിലും കാപ്പി ഉണ്ടാക്കാം, നമ്മുടെ ഇഷ്ടമനുസരണം, നമ്മുടെ ടോളറൻസ് ലെവൽ അനുസരണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1/3 സ്പൂണേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിത് വെറുതെ ഒന്ന് ഇളക്കിയതാണ്. ഇത് തിളച്ച് കഴിയുമ്പോൾ സിമ്മാക്കി 2 മിനിറ്റ് വെച്ചു. 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് ഞാൻ ഓഫാക്കി അടച്ച് കുറച്ച് നേരം കൂടെ വെച്ചിട്ടാണ് എടുത്തിട്ട് ഞാൻ പാലൊന്നും ഒഴിച്ചില്ല. കുടിച്ച് നോക്കി, നല്ല കയ്പ്പുണ്ടായിരുന്നു. നല്ല കയ്പ്പുണ്ട്.
ഒരുപാട് പേര് ഈ 2 ടേബിൾ സ്പൂൺ ഉലുവ പാലിനകത്തിട്ട് തിളപ്പിച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ ഇതിന് പല ഓൾട്ടർനേറ്റീവ് കോഫീസിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു. സാത്വിക് കോഫി എന്ന് പറഞ്ഞ് നമ്മളുടെ വെള്ളക്കടല ഇതുപോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന കാപ്പിയും ഈന്തപ്പഴത്തിൻ്റെ കുരു കഴുകി ഉണക്കി അത് വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിയുടെയും വീഡിയോസ് ഞാൻ കണ്ടു. അപ്പം അതിൽ ടേസ്റ്റും എല്ലാം മെച്ചമായിട്ടിരിക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ് എന്നാണ് അവർ പറഞ്ഞത്. ഈ കടല ഒക്കെ വളരെ മൈൽഡ് ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. ആ കടല പൊടിച്ചിന്നതിനകത്ത് നമ്മൾ ഉലുവ പൊടിച്ചത് അല്പം ചേർത്താലോ അല്ലെങ്കിൽ കുറച്ച് കാപ്പി ചേർത്താലോ ഒക്കെ നമുക്ക് രുചികളുടെ മിക്സും വേരിയേഷനും ഒക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കാപ്പി കുറച്ച് നേരമായി അടച്ചു വെക്കുന്നു. ഇനിയിപ്പം നമുക്ക് അത് ഊറ്റി കപ്പിലേക്ക് മാറ്റാം, കുടിക്കാം. അത് നല്ല കയ്പുണ്ടായിരുന്നു. ഈ പലതരത്തിലുള്ള കാപ്പികളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാം. കാപ്പിക്ക് വലിയ നിറമൊന്നുമില്ല. നിങ്ങൾക്ക് നിറവും മണവും ഒക്കെ വേണമെങ്കിൽ ഇതിന് മണമുണ്ട്. ഉലുവ മൂത്തത് ഒരു കാപ്പി മണം പോലെയൊക്കെ ഇരിക്കും. മണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ആഡ് ചെയ്താൽ മതി. അപ്പോൾ കാപ്പിയുടെ ആ മണവും രുചിയും കിട്ടും, കഫീൻ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഉലുവയുടെ ഗുണങ്ങൾ നമുക്ക് ഷുഗറിന് കുറയ്ക്കുന്ന ഗുണങ്ങളും നമുക്ക് കിട്ടും. ഉലുവ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കണം. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. ഇത് നമുക്ക് വയറിന് ചിലപ്പോൾ അപ്സെറ്റ് ഉണ്ടാക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.